ഇപ്പൊ എന്റെ കൂട്ടത്തിൽ 25 വർഷമായ ആൾക്കാരുണ്ട്, 20 വർഷമായ അവർക്ക് അത്രമാത്രം വലിയ ഗ്രാജുവേറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരാണ് ശരിക്ക് ബിസിനസിന്റെ നാടിയായിട്ട്. സെക്കൻഡ് ലെവലിന്റെ ഒരു പുതിയ നമ്മളിപ്പോ അവിടുന്ന് ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിന്നൊക്കെ പോയി ഒരു സ്റ്റേബിൾ ആയി സക്സസിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളടുത്ത് വേറെ കുറെ ആൾക്കാർ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേറെ ടീം. അപ്പൊ ഇവരെ രണ്ടുപേരെയും സിങ്ക് ചെയ്യാൻ പഠിച്ചില്ല. അത് ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ട്. ഇപ്പൊ നമ്മള് തുടക്കക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഭയങ്കര കമ്മിറ്റഡ്, അവരാണ് നമ്മൾ കമ്പനി വളർത്തിയത്, അവരാണ് നമ്മളെ വളർത്തിയത്. പക്ഷെ കമ്പനി വളരുമ്പോൾ അവരും വളരണം. തീർച്ചയായിട്ടും അവർ വളർന്നില്ലെങ്കിൽ കമ്പനിക്ക് അവർ പിന്നീട് ലൈബിലിറ്റി ആയി. അപ്പൊ ഇത് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. നമ്മള് കമ്പനി വളർന്നു. ഉദാഹരണം, നമ്മൾ തുടക്കകാലത്ത് സൈക്കിളാ പഠിച്ചു. തീർച്ചയായിട്ടും നമുക്ക് സ്പീഡ് കൂട്ടണം. അപ്പൊ നമ്മൾ ബൈക്ക് വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ ഓഫീസിൽ സൈക്കിൾ ഓടിച്ച ആളോട് പറയണം നമ്മളിപ്പോ ബൈക്കിലാണ്, കാരണം കൂടുതൽ ദൂരം പോവാറുണ്ട്, അതുകൊണ്ട് നീ ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കാനുള്ള ഫീസ് ഞാൻ തരാം, നിന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അയാളെ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം. തീർച്ചയായും കുറച്ചും കൂടി കഴിയുമ്പോ ഇത് കാറാവും, കുറച്ചും കൂടി ദൂരം പോകാനുണ്ട്. അപ്പൊ ആ ലൈസൻസ് മാറ്റി കാർ ലൈസൻസ് ആക്കണം. അയാൾ ചെയ്യണം. അയാൾ പറയാണ്, ഇല്ല സർ, ഞാൻ ജീവിതകാലം മുഴുവൻ സൈക്കിളെ ഓടിക്കുള്ളൂ എന്ന് അയാൾ പറഞ്ഞാൽ നമ്മൾ അയാളോട് പറയേണ്ടത് ഒരു കാര്യം ചെയ്യും, നീ കാറിന്റെ ബാക്ക് സീറ്റിലിരുന്നു കാർ ഓടിക്കാൻ പറ്റുന്ന ഡ്രൈവറെ ഞാൻ കൊണ്ടുവരാം, നീ അതിൽ വെറുതെ ഇരുന്ന് വന്നാൽ മതി. ഒരു കാര്യം ഞാൻ അറിയണം, സൈക്കിൾ ഓടിച്ച് 1 മണിക്കൂറിൽ നീ എത്തുന്ന ദൂരത്തിനേക്കാൾ 100 ഇരട്ടി ദൂരത്തിൽ കാറിൽ ബാക്ക് സീറ്റിൽ ഇരുന്നാലും നിനക്ക് എത്താൻ പറ്റും അല്ലേ? അതുകൊണ്ട് എന്നിവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം കമ്പനി വളർന്നില്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റും കിട്ടാണ്ടാവില്ല. അതാണ് അവിടാണ് വലിയ പ്രശ്നം. സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ ബിൽഡ് ചെയ്യണം, അവരെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഒരിക്കലും മാറും. അതോടൊപ്പം തന്നെ അവരവരെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാര്യങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി. ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു വിഷയമാണത്. കാരണം ഒരു കുറെ കാലങ്ങൾ ഇങ്ങനെ ആ ഗ്രാസ് റൂട്ടിൽ നിന്ന് പിന്നെ വളർന്ന് വരുമ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് വരാറുണ്ട്. ഇതൊരു പ്രോസസ്സാണ് സാർ. ഈ ഓൺട്രപ്രണറും വളരണം. സാറ് 10 കൊല്ലം മുമ്പ് ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് ബിസിനസ് ചെയ്യാൻ പറ്റില്ലോ? ഒരിക്കലും കഴിയും. കാരണം കസ്റ്റമർ മാറി, സാഹചര്യം മാറി, ടെക്നോളജി മാറി, സപ്ലയർ മാറി, എല്ലാം മാറി. 10 കൊല്ലം മുമ്പ് ഞാൻ പഠിപ്പിച്ച പോലെ ഇന്ന് ആളുകളെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം പണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ആളുകൾ വിശ്വസിക്കും, ഇന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മൊബൈലിൽ കയറിയിട്ട് ശരിയാണെന്ന് ചെക്ക് ചെയ്യും. തീർച്ചയായിട്ടും അതുകൊണ്ട് കാലം മാറുമ്പോ സ്വാഭാവികമായിട്ടും മാറിക്കൊണ്ടേയിരിക്കും.